സുഖമാണോ മക്കൾക്ക്? നമ്മൾ കുറേ നാളായിട്ടില്ലേ കണ്ടിട്ട്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ മാക്സിമം നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞു, ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു വീക്ക്ലി ടൈം ടേബിൾ തരാൻ പോകണം. വീക്ക്ലി എന്ന് പറയാൻ പറ്റില്ല, ഒരു 2 ദിവസത്തെ ഒരു ടൈം ടേബിൾ തരാൻ പോവാണ്. കാരണം 2 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഷെഡ്യൂൾസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ SSLC ബാച്ചിനെ കുറിച്ചാണ്. നമ്മുടെ SSLC ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് പലർക്കും അറിയാം. അപ്പോൾ ഫുൾ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ പ്രീ ബുക്ക് എഡ്യൂക്കേഷൻ്റെ ചാനലിൽ കയറുക. ഓക്കെ, ഇത് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക്. ആഗസ്റ്റ് 13-നാണ് നമ്മുടെ ഓണപ്പരീക്ഷ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് വെക്കണം. അഥവാ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. A+ വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ലാംഗ്വേജസിൻ്റെ ടെക്സ്റ്റൊക്കെ നല്ലതായിട്ട് വായിക്കണം. അഥവാ ടെക്സ്റ്റൊക്കെ നന്നായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വായിച്ചിരിക്കുക. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ആയിക്കോട്ടെ, ഇപ്പം നമ്മുടെ ക്ലാസ് ആയിക്കോട്ടെ, അല്ലാതെ സ്കൂളായിക്കോട്ടെ, ഇവിടെയൊക്കെ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അതൊക്കെ പറയുന്ന എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ, നമ്മുടെ ക്ലാസ്സിലായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ, അല്ല സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലൊക്കെ നിങ്ങൾ ബുക്കും കൊണ്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് പറയണത്. ഓൺലൈൻ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടാവണ കേട്ടോ, വെറുതെ മൊബൈലിൽ നോക്കിയിരിക്കാതെ ആ വിഷയത്തിൻ്റെ ടെക്സ്റ്റ് എടുത്ത് വെക്കുക, ഒരു ബുക്ക് എടുത്ത് വെക്കുക. ഈ മാത്സ് ഒക്കെ ആണെങ്കിൽ ബോക്സ് എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു പേന എടുത്ത് വെക്കുക. നമ്മുടെ ഫിസിക്സ് ഇംഗ്ലീഷ് പോലത്തെ ഒക്കെ ആണെങ്കിൽ ബുക്കും പേന ഇതായി. ഇനി അതിനും പുറത്ത് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഗൈഡൊക്കെ ഉണ്ടാവുമല്ലോ ചിലവരുടെ കയ്യിൽ, ആ ഗൈഡും എടുത്ത് വെക്കുക. ഇനിയിപ്പോൾ ഗൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ഇന്ത്യ പോലത്തെ അതൊക്കെയാണ് എന്ത് ഗൈഡെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. അതിപ്പോൾ ലാംഗ്വേജസാണ് ഞാൻ കൂടുതലും പറയുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് വരെ റീഡ് ചെയ്യണമെന്ന് ഇപ്പോൾ പുതിയൊരിത് വന്നിട്ടുണ്ട്. മാത്സ് വരെ റീഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന്. ഓക്കെ, അഥവാ ടെക്സ്റ്റ് ബുക്ക് കൂടി റീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് റീഡ് ചെയ്യുക. അതിന് ശേഷം ഇമ്പോർട്ടൻറ്റ് നോട്ട് എഴുതുക. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് നോട്ട് എഴുതുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നോട്ട് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്ക് പേന ഗൈഡ് ഇതൊക്കെ എന്ത് ചെയ്ത് ചെയ്യുക, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ. ഓഫ്ലൈനിലൊക്കെ നിങ്ങൾ പിന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ പറയാം, ഓൺലൈൻ ക്ലാസ്സുകളിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുക, എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി കുറച്ച് ടൈമാണ് ഞാൻ പറയാൻ പോണേ. ഓക്കെ, പഠിക്കേണ്ട ടൈം പലരും തെറ്റിച്ചൊക്കെ ടൈം വേണം. ഓക്കെ മക്കളെ, ഒരു ദിവസം 3 തൊട്ട് 5 അവർ വരെ നമുക്ക് പഠിക്കാം. വേണമെങ്കിൽ അതിൽ കൂടുതൽ പഠിക്കാം. അഥവാ സാറ്റർഡേ ഓർ സൺഡേ. ചിലപ്പോൾ സാറ്റർഡേ ഒക്കെ ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ വരും, അതുകൊണ്ട് ചിലപ്പോൾ സാറ്റർഡേ പഠിക്കാൻ പറ്റില്ല, സൺഡേ. ഓക്കെ, അപ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പഠിക്കാം. പക്ഷേ ഈ ഒരു ക്രമത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് മോർണിംഗിൽ നിങ്ങൾക്ക് പഠിക്കുക. ഓക്കെ, മോർണിംഗ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു 2 മണിക്കൂർ പഠിക്കുക. മോർണിംഗ് ഒരു 2 മണിക്കൂർ പഠിക്കാം. 2 മണിക്കൂർ വരെ പഠിക്കാം. പറയുകയാണെങ്കിൽ ഒരു 5 തൊട്ട് 7 മണി വരെ പഠിക്കും. 5 തൊട്ട് 7 മണി വരെ പഠിക്കാം. ഇനിയിപ്പോൾ 5 മണിക്ക് എണ്ണീക്കുന്നവരാണെങ്കിൽ
ഒരു അരമണിക്കൂർ ബാത്റൂമിലും പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ പോയി കഴിഞ്ഞാലും എന്താണ് ഒരു 1.5 മണിക്കൂറെങ്കിലും പഠിക്കുക. 1.5 മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് പഠിക്കുക. ഇനി ഈവനിങ് ആണ്. ഈവനിങ് ഒരു 1 മണിക്കൂർ പഠിക്കുക. ഓക്കെ, പഠിക്കുകയല്ല, 1 മണിക്കൂർ നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാനാണ്. ഓക്കെ, ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മണി ടു 7 മണി എന്താണ് ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്കൂളിൽ നിന്നൊക്കെ തന്നെ ഹോംവർക്കുകൾ ഉണ്ടാവില്ല? സ്കൂളിൽ നിന്നൊക്കെ തന്നെ ഹോംവർക്കുകളില്ലേ? ഹോംവർക്ക്, നോട്ട് എഴുതുക, അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ സമയത്ത് ചെയ്യുക. ആ ഒരു മണിക്കൂറിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കുക? 1 മണിക്കൂർ വേണ്ട, ഒരു 45 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അതൊക്കെ ചെയ്ത് തീർക്കും. പിന്നെ ഒന്ന് റെഫർ ചെയ്യുക. അല്ല, റെഫർ ചെയ്യുന്നൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ നൈറ്റാണ് കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത്. അപ്പോൾ നൈറ്റ് എത്ര മണിക്കൂർ പഠിക്കണം? 2 മണിക്കൂർ പഠിക്കും. ഇങ്ങനെ ഒരു സമയക്രമം വെച്ച് പഠിച്ചാൽ തന്നെ 2 1 3 3 2 5 ആയി. ഓക്കെ, 3 2 5 മണിക്കൂർ നമ്മൾ ഡെയിലി പഠിക്കുക. ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കണ്ടാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ 1 മണിക്കൂറത്തെ ക്ലാസ് കൊണ്ട് ബാക്കി ആ ഒരു മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂറേ നമ്മുടെ ക്ലാസ് ഉണ്ടാവാറുള്ളൂ അല്ലേ? 1 മണിക്കൂർ, ബാക്കി 1 മണിക്കൂർ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു പഠിപ്പിച്ച എൻ്റെ ഒന്ന് റെഫർ ചെയ്യുക. അത്രേ ഉള്ളൂ. അത്രയും ചെയ്ത് തന്നെ കഴിഞ്ഞാൽ എന്തായി? നിങ്ങൾ കറക്റ്റായി. ഓക്കെ, 7 മണി ടു 9 മണി വരെ പഠിക്കാം. ഓക്കെ, പലരും ഇത് കൂടുതലും പഠിക്കുന്നുണ്ട്. 10 മണി വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതവർക്ക് നൈറ്റ് പഠിച്ചാലേ കൂടുതൽ. പക്ഷെ രാവിലെ പഠിച്ചാൽ മാത്രം തലയിൽ കയറുന്നവരുണ്ട്. അപ്പോൾ അവരങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ടൈം പാറ്റേൺ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ A+ എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താം. ഞാൻ പറഞ്ഞതുപോലെ ആഗസ്റ്റ് 13-ാം തീയതിയാണ് നമ്മുടെ ഓണം എക്സാം അഥവാ ഫസ്റ്റ് ടേം എക്സാം തുടങ്ങുന്നത്. നമ്മുടെ SSLCയുടെ ഫസ്റ്റ് എക്സാമാണ്. നിങ്ങളുടെ ആ ഒരു കഴിവുകൾ തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമാണ്. ഓക്കെ, അത്ര ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഓക്കെ ആണോ? എത്ര സെറ്റാണ്? സാർ 5 മണി ടു 8 മണി വരെ പഠിച്ചാൽ പ്രശ്നമുണ്ടോ? അതിപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെയാണ്. ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമിലുള്ള കാര്യമാണ് പറഞ്ഞത്. സ്കൂളിൽ പോകാത്തപ്പോൾ നിങ്ങൾ 5 മണിക്ക് എണീക്കണമെന്നൊന്നുമില്ല. ഒരു 8 മണിക്ക് സ്കൂളിൽ പോകാത്ത ദിവസത്തെ ടൈമാണ്. ഓക്കെ, ടൈം. ഓക്കെ, രാവിലെ നിങ്ങൾ എന്തായാലും എല്ലാവരും രാവിലെ ഒരു 2 മണിക്കൂർ പഠിക്കാൻ ഞാൻ പറയുകയാണ്. രാവിലെ ഒരു 9 മണി ടു 11 മണി വരെ എന്ത് പഠിക്കുക? 11 മണി വരെ എന്താവാ രാവിലെ ക്ലാസ്സില്ലാത്ത ദിവസം. പിന്നെ പഠിക്കേണ്ടത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്കും എത്ര മണിക്കൂർ പഠിക്കുക? ഒരു 1.5 മണിക്കൂർ പഠിക്കുക. 1.5 അല്ലെങ്കിൽ 2. ഓക്കെ, നമ്മൾ 2 മണിക്കൂർ വെച്ച് എടുക്കുകയാണ്. കാരണം നമ്മളപ്പോൾ രാത്രിയിലേക്ക് പഠിക്കണേക്കാട്ടും കുറച്ചുകൂടി കുറവ് കിട്ടും. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടൊരു 2 മണിക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ 4 മണി വരെ നമുക്ക് പഠിക്കാം. 4 മണി കഴിഞ്ഞ് നമ്മൾ ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ പഠിക്കണ്ട. പിന്നെ എപ്പോൾ പഠിച്ചാൽ മതി? നൈറ്റ് പഠിച്ചാൽ മതി. നൈറ്റ് എത്ര മണിക്കൂർ പഠിക്കുക? 2 മണിക്കൂർ പഠിക്കുക. അപ്പോൾ നമ്മൾ 6 മണിക്കൂർ പഠിച്ചു. 6 മണിക്കൂർ പഠിച്ചു എന്ന് പറയുമ്പോൾ ഒരു 7 ടു 9 ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ സ്കൂളില്ലാത്ത ദിവസം പൊളിയായിട്ട് പഠിക്കും. ഓക്കെ, മോർണിംഗ് 2.5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ളും കൂട്ടി ആ ഒരു ദിവസം നിങ്ങൾ 6 മണിക്കൂർ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ A+ മുഖ്യം ബിയിലേ. ഓക്കെ, അപ്പോൾ രാവിലെ 9 മണി തൊട്ട് 11 മണി വരെ പഠിച്ചാൽ മതി. പിന്നെ 2 മണി ടു 4 മണി, പിന്നെ 7 മണി ടു 9 മണി. അങ്ങനെയാണ് നമ്മളൊരു സമയക്രമം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിലയിരുത്തുന്ന ഒരു എക്സാമാണ്. രണ്ടാമത്തെ എക്സാം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്രിസ്മസ് എക്സൈറ്റിക്കിന് എല്ലാ എക്സാമും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ നന്നായിട്ട്
പരിശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ടൈം ടേബിളിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു എങ്ങോട്ടാ പോകണേ അല്ലേ. അപ്പോൾ നമ്മുടെ SSLC ബാച്ച് കയറാത്തവരൊന്നും കയറിയേക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ഏതാണെന്നറിയാലോ, യൂട്യൂബാണ്. യൂട്യൂബിൽ സൗജന്യമായിട്ട് വേറെ ആരെങ്കിലും തരും ഫ്രീ ക്ലാസ് അഥവാ ഫ്രീ എ പ്ലസ് ആരാടാ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ വരികയാണ്. ഓക്കെ, 28/6/2026 അഥവാ 28 ജൂൺ 2026 നാളെ മലയാളം സെക്കൻഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ചിത്രകാരിയുടെ ലൈവാണ്. ചിത്രകാരി പാർട്ട് 1 ആണ്. കൃത്യം 7 മണിക്ക്. എപ്പോഴാണ് മക്കളെ? കൃത്യം 7 മണിക്ക് നിങ്ങൾ അവിടെ ഉണ്ടാവണം. നമ്മൾ ലൈവ് ഷെഡ്യൂൾ ചെയ്യും. കൃത്യം 7 മണിക്ക് വരിക. നിങ്ങൾ നന്നായി പഠിക്കുക. പാർട്ട് 1 ആണ്. പിന്നെ 29-ാം തീയതി നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച SS-ൻ്റെ ഹിസ്റ്ററി ചാപ്റ്റർ 1 മാനവികത 7 മണിക്കുണ്ട്. ഓക്കെ, 29-ാം നാളെ കഴിഞ്ഞ് മാനവികതയുടെ ഫസ്റ്റ് പാർട്ട് ലൈവ് അഥവാ ഫസ്റ്റ് ലൈവ്. ഇനി അന്ന് തന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 5ാമത്തെ ലൈവ് 8:30. നമ്മളൊരു 9:30 തീർക്കും കേട്ടോ. ക്ലാസ് 9:30 തീർക്കും. കാരണം കുറച്ചുകൂടി ലെങ്തി ഇതാണ്. കാരണം നമ്മൾ ഡെയിലി പഠിക്കുന്നുണ്ട്. ഓക്കെ, പഠിക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്കൊക്കെ ടാങ്ക് സ്ലിപ്പായിപ്പോയി. സോറി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. സൗജന്യ നോട്ടുകളുണ്ട്. A+ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം A+. പിന്നെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻസ്. പിന്നെ നിങ്ങൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഒഫീഷ്യലായിട്ട് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറണമെന്ന് വെച്ചിട്ടുണ്ട്. മക്കളെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ക്ലാസ് 10 എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 3 ലിങ്കാണ് കിട്ടുക. 3 ലിങ്കിൽ ഫസ്റ്റ് ലിങ്ക് യൂട്യൂബ് ചാനലിലാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് ലിങ്ക് എന്താണ്? യൂട്യൂബ് ചാനലിൻ്റെയാണ്. യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായി? നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ലിങ്കാണ് എന്ത്? സെക്കൻഡ് ലിങ്ക് അഥവാ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് ചാനലിൻ്റെ ആണോ കമ്മ്യൂണിറ്റിയുടെ ആണോ ഒരു സംശയമുണ്ട്. എന്നാലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിറ്റി കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു എക്സ്ട്രാ ഗ്രൂപ്പ് കിട്ടും. അതിൻ്റെ പേര് ഓൾ ഡൗട്ട് ക്ലിയറിംഗ് ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. നിങ്ങൾ എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചാലും നമ്മളത് എന്ത് ചെയ്യും? ക്ലിയർ ചെയ്ത് തരും. അതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങളെന്തായി? 2ാമത്തെ സ്റ്റെപ്പ് എന്തായി? കംപ്ലീറ്റ് ചെയ്തു. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ വാട്സപ്പ് ചാനൽ. നമുക്ക് വാട്സപ്പിന് ചാനലുണ്ട്. അഥവാ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കണേ. എന്താണ് അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുന്ന ഒരു ചാനലുണ്ട്. അതിനും കൂടി ജോയിൻ ചെയ്താൽ നിങ്ങൾ എന്തായി? നമ്മുടെ 3rd സ്റ്റെപ്പും ഇതായി. നിങ്ങൾ ഒഫീഷ്യലി എന്തായി? നമ്മുടെ ഗോൾഡൻ ബാച്ചിൻ്റെ ഭാഗമാണ്. ഇത്ര സെറ്റാണ്. അപ്പോൾ 3 സ്റ്റെപ്പുകളാണുള്ളത്. 3 ലിങ്കും ഉണ്ട്. ആ 3 എണ്ണത്തിൽ എന്ത് ചെയ്താൽ മതി?
ജോയിൻ ചെയ്താൽ മതി. 3 ലിങ്ക് ഉണ്ട്, 3 എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതി. നല്ല സെറ്റാണെങ്കിൽ ഓക്കെയാണ് സാർ. തിങ്കളാഴ്ച നല്ല ക്ലാസ്സാണ്. പിന്നെ തിങ്കളാഴ്ച നിങ്ങളുടെ ക്ലാസ് ഉള്ളതല്ലേ? ലാസ്റ്റ് ലൈവാണ്. ലാസ്റ്റ് ലൈവാണ് സാർ. അടുത്ത ചാപ്റ്റർ എപ്പോഴാണ് തുടങ്ങുന്നത്? നമ്മൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കാണുള്ളൂ. 2ാമത്തെ ചാപ്റ്റർ എടുക്കുന്ന വേറെ സാറാണ്. 2ാമത്തെ ചാപ്റ്റർ എടുക്കുന്ന വേറെ സാറാണ്. നമ്മൾ 1ാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തേലേ കാണുള്ളൂ. 3ാമത്തെ ചാപ്റ്റർ ഭയങ്കര വലിയ ചാപ്റ്ററാണ്, നല്ല ചാപ്റ്റർ, പൊളി ചാപ്റ്റർ. ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അത് നമ്മൾ പൊളിയായിട്ട് എടുക്കും. നല്ല ചാപ്റ്ററാണ്. അധികം നല്ലപോലെ നമുക്ക് ഇമോഷണലി ആൻഡ് ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു ചാപ്റ്ററാണ്. പൊളിയാണ്, ബെസ്റ്റാണ്. നമ്മളത് എന്തായിട്ട് പഠിക്കും? ഒരു പ്ലാനോടെ കൂടെ പഠിക്കും. ഓക്കെ, ആദ്യം 2ാമത്തെ ചാപ്റ്റർ തീരട്ടെ. വേറൊരു സാറാണ് നമുക്ക് 2 സാറുകളാണ്. ഓക്കെ, നമുക്ക് 2 സാറാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ മാത്രമല്ല. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ എന്തായാലും നമ്മളൊരു പ്ലാൻ വെച്ചാണ് എല്ലാം പഠിക്കുന്നത്. ആ സാറിൻ്റെ ക്ലാസ് നമുക്കറിയില്ലല്ലോ. സാറല്ല, പൊളിയാക്കാം. സാറ് എന്തായാലും നമ്മുടെ ചിൽ ബ്രോയാണ്. ചിൽ ബ്രോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നമ്മൾ സ്ലൈഡൊക്കെ നന്നാക്കി ഇപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ടു ഓൾ. ദിസ് ഈസ് റീബുക്ക് എഡ്യൂക്കേഷൻ SSLC. നിങ്ങളെപ്പോഴും ഞങ്ങളുടെ കുട്ടികളാണെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ നിർത്തുന്നു. ഇന്നത്തെ ടൈം ടേബിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഇതും കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. എന്താണ് ഈ ടൈം ടേബിൾ നോക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, മനസ്സിലായി. നിങ്ങൾ എന്തും കൂടി നോക്കി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞൊന്ന് നിങ്ങൾ ചെയ്ത് വെച്ചേക്കുക. അഥവാ ടെക്സ്റ്റ് നമ്മൾ നന്നായിട്ട് വായിക്കണം. ഇമ്പോർട്ടൻറ്റ് നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക. ടെക്സ്റ്റ് വേണം, ബുക്ക് വേണം, പേന വേണം, ഗൈഡ് വേണം. അത് ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്തായാലും വേണം. ഗൈഡില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഗൈഡ് പലർക്കും വാങ്ങാൻ പറ്റില്ല. ഈ 3 കാര്യം എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണം. ഓക്കെ, പിന്നെ നമ്മൾ സ്കൂളുള്ളപ്പോൾ ഉള്ള ടൈം ടേബിളാണ് ഇത്. സ്കൂളുള്ളപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. ഇത് സ്കൂളില്ലാത്തപ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്താണ് ഇത്? നോ സ്കൂൾ. സ്കൂളില്ലാത്ത ദിവസത്തെ ടൈം ടേബിളും പറഞ്ഞു, അല്ല ഇല്ലാത്ത ടൈമും പറഞ്ഞു, ഉള്ളപ്പോൾ ടൈമും പറഞ്ഞു. പിന്നെ എന്നാണ് നമ്മുടെ ഓണം എക്സാം തുടങ്ങുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സെറ്റല്ലേ? ടൈം ടേബിൾ ഒന്നും കൂടിയും പറയാം. നാളെ മലയാളം സെക്കൻഡിൻ്റെ ക്ലാസ്സാണ്. അത് ഫസ്റ്റ് ചാപ്റ്റർ ചിത്രകാരി. അത് കൃത്യം 7 മണിക്ക് തുടങ്ങും. പെട്ടെന്ന് വരാൻ നിങ്ങൾ ചേരണം. ഓക്കെ, പിന്നെ 29-ാം തീയതി SS-ൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മാനവികത അഥവാ ഹ്യൂമനിസം, അതിൻ്റെ ഫസ്റ്റ് ലൈവ് 7 മണിക്കിട്ടാണ്. നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച 7 മണിക്ക്. തിങ്കളാഴ്ച തന്നെ എന്താണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് ഫിനിസിൻ്റെ 5th പാർട്ട് 8:30ക്കുണ്ട്. അപ്പോൾ 8:30ക്ക് പൊളിയാക്കാം, സെറ്റാവട്ടെ. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വന്നതിന് നമ്മൾ പൊളിയായിട്ട് ഇംഗ്ലീഷ് എടുക്കും. ഇപ്പോൾ SS ആയാലും നമ്മൾ SS വേറെ സാറാണ്. നിങ്ങൾക്ക് ഓരോന്നും പഠിക്കണം, ഓരോ സാറാണ്. നിങ്ങൾ സാറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. പേര് പറയണം അല്ലേ? പേരൊക്കെ നമ്മൾ പിന്നെ പറയാമെന്നാണ് പറഞ്ഞാണ്. ഇവിടെ ഒരു ഓർഡർ ഉണ്ട്, ഇപ്പോൾ ഒന്നും പേര് പറയണ്ട. നിങ്ങളൊക്കെ ഒന്നും കുറച്ചുകൂടി സജീവമായിട്ട് നമ്മൾ പേര് പറയുമ്പോൾ ഫേമസ് ആയില്ലേ, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.